ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിന്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മരാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപന്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിലാണ് നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രന്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപന്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം, അതായത് മീനൻ ജലരാശിയായിട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെന്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചേർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്തുതന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് പൂർണ്ണത നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ വന്നിരിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് വിഷുഫലത്തിൽ വന്നിരിക്കുന്നത്. 2024 ഏപ്രിൽ തൊട്ടിട്ട് 2025 ഏപ്രിൽ വരയ്ക്കുള്ള സമയം പൂർണ്ണത നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ഫലമാണ് വന്നിരിക്കുന്നത്. ധനലാഭം, വാഹനലാഭം, ഭൂമിലാഭം, വസ്ത്രലാഭം, അതുപോലെ തന്നെ ധനവരവ്, ധന ആകർഷണം, ഭാവി പരിപാടികളെക്കുറിച്ചുള്ള ബോധം, ബുദ്ധിപൂർവമുള്ള പെരുമാറ്റം, ആകർഷകപരമായിട്ടുള്ള നേട്ടങ്ങൾ, ആഡംബരമായിട്ടുള്ള ഭവനങ്ങൾ, ആഡംബരമായിട്ടുള്ള വസ്തുക്കൾ, ആഡംബരമായിട്ടുള്ള വിപണന ശേഖരണം, അതുപോലെ സ്വർണ്ണാഭരണ മേഖലകളിൽ പ്രവൃത്തി വിജയം, സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വിജയം, ബിസിനസ് നടത്തുന്നവരുടെ വിജയം, അതിൽ വർക്ക് ചെയ്യുന്നവരുടെ വിജയം, വസ്ത്രമേഖലയിൽ പങ്കെടുക്കുന്നവരും മേഖല അലങ്കരിക്കുന്നവരും അത് ബിസിനസ് ചെയ്യുന്നവരും അതിൽ വർക്ക് ചെയ്യുന്നവർക്കുമുള്ള ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ, സേനാധിപത്യം വഹിക്കുന്നവർക്കുള്ള ബഹുമതികൾ, അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ, അതിലുള്ള പ്രശംസകൾ, അതുപോലെ ഗവൺമെൻറ് തലത്തിലുള്ള ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യത, ഗവൺമെൻറ് ജോലിയിൽ അംഗീകാരങ്ങൾ, ഗവൺമെൻറ് ജോലിയിൽ പ്രമോഷനായിട്ട്, അതായത് അവർ ആഗ്രഹിക്കുന്ന ഉയർവിലേക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക്, പ്രമോഷനിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യത, അഭിമാനങ്ങൾ, ക്ഷേത്രപരമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് മനസ്സിന് സന്തോഷവും അനുഭൂതികളും ദൈവാനുഗ്രഹങ്ങളും തരുകയും, അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ദൂരദേശ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങളും, അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും വിദേശ യാത്ര സംബന്ധമായിട്ടും വിദേശ ജോലി സംബന്ധമായിട്ടും അനുകൂലപരമായിട്ടുള്ള മാറ്റങ്ങളും അതിൽ വിജയങ്ങളും, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദിഷ്ടകാര്യ സാഫല്യങ്ങളും ആ മേഖലയിൽ പ്രവേശിക്കാനുള്ള കവാടം തുറക്കുകയും പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ നേടുകയും അവർ ഇതുവരെ ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പെടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഗവൺമെൻറ് ജോലിക്കായി തയ്യാറായിട്ട് നിൽക്കുന്നവർക്കും അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് കിട്ടുവാനുള്ള സാഫല്യം, പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം, റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്ക് ഭൂമി ലാഭം, വസ്ത്രലാഭം, അതുപോലെ തന്നെ ഭൂമി കച്ചവടങ്ങൾ, റിയൽ എസ്റ്റേറ്റ് വിജയങ്ങൾ, ധനലാഭങ്ങൾ എന്നിവയും, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക്, അതായത് സിവിൽ സർവീസ് നടത്തുന്നവർക്കും കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നവർക്കും ഗുണാനുഭവങ്ങൾ, പുതിയ കോണ്ടാക്റ്റുകൾ പുതുക്കി കിട്ടുന്നതും, പുതിയ മേഖലകൾ വന്ന് തുറക്കുകയും പുതിയ ബിസിനസ്സുകാരുമായി പങ്കിടുവാനുള്ള സാധ്യതകളും അവരുമായി കൂട്ടുചേർന്നുള്ള കച്ചവടങ്ങളും എല്ലാം തകൃതിയെ നടക്കുകയും ഗവൺമെൻറ് തലത്തിലുള്ള കോണ്ടാക്റ്റ് വർക്കുകൾ കിട്ടുകയും വൻകിട കോണ്ടാക്റ്റുകൾ കിട്ടുകയും ചെയ്യുവാനുള്ള അവസരങ്ങളും, അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും ഡോക്ടേഴ്സുകൾക്കും സർജന്മാർക്കും അഭിമാനപരമായിട്ടുള്ള നേട്ടങ്ങളും അഭിമാനപരമായിട്ടുള്ള വർക്കുകളും ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുകയും മെഡിക്കൽ വിഭാഗങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പങ്കെടുക്കുന്നവർക്കും അതിൽ വർക്ക് ചെയ്യുന്നവർക്കും അവർ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും പുതിയ മേഖലകൾ കണ്ടെത്തുകയും ചെയ്യുകയും ഫൈനാൻസ് സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ കൈവരുവാനുള്ള സാധ്യതയും, അതുപോലെ രാഷ്ട്രീയ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും രാഷ്ട്രീയത്തിൽ ഉള്ളവർക്ക് സ്ഥാനമാന പദവികളും, ഉള്ള സ്ഥാനത്തിൽ നിന്ന് സ്ഥാനഭ്രംശം വന്ന് വേറെ പാർട്ടികളിൽ ചേരുവാനുള്ള അവസരങ്ങളും അതിൽ അംഗീകാരങ്ങളും വിജയങ്ങളും കരസ്ഥമാക്കാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ഇതിൽ പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരങ്ങളും, അതുപോലെ തന്നെ അഭിമാനപരമായിട്ടുള്ള നേട്ടങ്ങളും സ്ഥാനമാന പദവികളും
കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുവാനുള്ള സാധ്യതയുമെല്ലാം കാണുന്നുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർക്ക് ബഹുമതികൾ വന്നു ചേരുവാനുള്ള സാധ്യതയും അവർക്ക് മേഖലകൾ പങ്കിടുവാനുള്ള സാധ്യതയും പ്രമോഷനുകൾ കിട്ടുവാനുള്ള സാധ്യതയും മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റുവാനും അവരുടെ വാക്കുകളാൽ അംഗീകരിക്കപ്പെടുവാനുള്ള സാധ്യതയുമെല്ലാം ഈ നക്ഷത്രക്കാർക്ക് വിഷുവസാൽ കാണുന്നുണ്ട്. വളരെ ഉചിതപരമായിട്ടുള്ള ഒരു നേട്ടമാണ് ഇവർക്ക് കൈവരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ IT മേഖല, മൊബൈൽ മേഖല, ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാനും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങളും മോട്ടോർ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മെഷീനറി സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും പുതിയ മെഷീനറി സംഭവങ്ങൾ കണ്ടുപിടിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും അതിൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയും അതിൽ പുരോഗതി വരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. എല്ലാം ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വർഷത്തിൽ ഇവർക്ക് വളരെ ഉചിതകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവരുടെ വരവ് ചെലവുകൾ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ വരവ് 14 ചെലവ് 8-മാണ്. അപ്പോൾ വരവാണ് കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെയാണ് പറഞ്ഞു വെക്കുന്ന പോലെ തന്നെയാണ് വരവ് ചെലവ് ആയ വ്യയ ഇതിൽ നോക്കുന്ന സമയത്ത് വരവ് 14 ചെലവ് 8-മാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ ലാഭം കൂടുതലായിട്ട് വരുവാനുള്ള സാധ്യത, അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനഭാഗ്യം, ഭാഗ്യവശാലുള്ള ധനലാഭങ്ങൾ, ദൈവികപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ എന്നിവയും വന്നു ചേരുവാനുള്ള സാധ്യത ഈ വിഷുവരത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്. നമസ്കാരം.